ഹേ ഹായ്! അപ്പോൾ ഇന്നാണ് നമുക്ക് ക്യാബേജ് തോരനാണ് വീട്ടിൽ വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിടാമെന്ന് ഓർത്തു. അപ്പോൾ ആദ്യം തന്നെ ക്യാബേജും ക്യാരറ്റൊക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ അതൊന്ന് സെറ്റാക്കിയിട്ട് അതൊന്ന് കഴുകിയെടുക്കാമെന്ന് ഓർത്തു. അപ്പോഴത്തേക്കും എന്നെ തടയാൻ വേണ്ടി ഈ ഒരു കുഞ്ഞ് എൻ്റെ അടുത്ത് വന്നു. ഇത് വേറെ ആരുമല്ല, എൻ്റെ ചേട്ടൻ്റെ കുഞ്ഞാണ്. അപ്പം അതിനിടയിൽ അവനിങ്ങനെ ഒരുപാട് നേരം നമ്മളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. അവൻ ഈ ക്യാരറ്റൊക്കെ എടുക്കാൻ നോക്കും. അങ്ങനെ ഞാൻ ഒത്തിരി നേരം എന്നാലും അവനെ പിടിച്ച് മാറ്റിയിട്ട് ക്യാരറ്റും ക്യാബേജും അതെല്ലാം നല്ല രീതിയിൽ സെറ്റാക്കി എടുത്തിട്ട് അതൊന്ന് കഴുകിയെടുത്തിട്ട് വന്നു. കഴുകിയെടുത്തതിന് ശേഷം വന്നിങ്ങനെ ഇരിക്കാൻ നേരത്ത് അതായിരുന്നു അടുത്തയാളെന്ന് പറയുമ്പോൾ ചേട്ടൻ്റെ മൂത്തയാൾ വന്നിട്ട് ക്യാരറ്റിന് വേണ്ടി ഒത്തിരി നേരം നിന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ക്യാരറ്റ് അവന് ഞാൻ കൊടുത്തു കഴിക്കാൻ. അതിനുശേഷം ക്യാരറ്റ് നല്ല രീതിയിലൊന്ന് കൊത്തിയെടുത്തിട്ട് ക്യാബേജും അതുപോലെ തന്നെ കൊത്തിയെടുത്ത് ചിലതിങ്ങനെ നമുക്കിങ്ങനെ ഉരച്ച് ഇതാക്കുന്നുണ്ടല്ലോ, അതിനെക്കാട്ടും നല്ലത് കൊത്തിയെടുക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പം നല്ലോണം കൊത്തി അരിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്തേക്കുന്നത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി അതുപോലെ തന്നെ കൊത്തിയെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഈ വലുതായിട്ട് ഇങ്ങനെ കിടക്കത്തൊന്നുമില്ല. അപ്പോൾ ചെറിയുള്ളി നല്ല രീതിയിൽ ചെറുതായിട്ട് കൊത്തിയെടുക്കുക. അതിനുശേഷം നമ്മുടെ മുളകും നൈസായിട്ടൊരു ചെറിയ രീതിയിൽ തന്നെ, ഒത്തിരി ഒന്നും മുളക് ഇടേണ്ട ആവശ്യമില്ല, കുഞ്ഞിന് കഴിക്കാൻ പറ്റില്ല. അപ്പം മുളകും അതുപോലെ അരിഞ്ഞെടുത്തു. അപ്പം തേങ്ങയൊക്കെ ഇട്ട് നല്ല രീതിയിൽ കറി വെച്ചു. അപ്പോൾ ബൈ ഗൈസ്.